ആലപ്പുഴ കളർകോട്ടെ അപകടത്തിൽ മരിച്ച ആയിഷ ഷാജിയുടെ സംസ്കാര ചടങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. കാവാലത്താണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. വല്ലാത്ത വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടു നിൽക്കാനാകത്ത്. നേരത്തെ രഘു റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ രഘുവിന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് ടി വിയിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കാനാകുന്നില്ല. അപ്പോൾ അവിടെ നേരിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, +2 വരെ ഇൻഡോറിലുണ്ടായിരുന്ന മകനാണ്. MBBS പ്രവേശനം ഗവൺമെന്റ് കോളേജിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് എത്രമാത്രം കഠിനമേറിയ, ഒരു പക്ഷെ അവരൊക്കെ ജീവിതം കഴിഞ്ഞ 2 മാസമായിരിക്കും അവരൊക്കെ ഒന്ന് ചിരിക്കുകയും കളിക്കുകയും ബന്ധുക്കളോടൊപ്പം കൂടുതൽ ചെലവഴിക്കണം എന്നൊരു ആഗ്രഹവുമായി ഒരു കൗമാരക്കാരൻ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു എന്നത് നമ്മൾ പലപ്പോഴും കൗമാരക്കാർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വാർത്തകളാണ് ഇപ്പോഴും പറയാനുള്ളത്. അതിനിടയിലാണ് ഇൻഡോറിൽ നിന്ന് കേരളത്തിൽ തന്നെ പഠിക്കണം, അത് വണ്ടാനത്ത് തന്നെ പഠിക്കണം, അങ്ങനെയെങ്കിലേ കാവാലത്തെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ കഴിയുമെന്ന ആഗ്രഹവുമായി വന്ന ഒരു 19-കാരനാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ പൊലിഞ്ഞുപോയത്. ആ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അവിടെ നടക്കുകയാണ്. സംസ്കാരത്തിന് മുൻപുള്ള ചടങ്ങുകൾ നടക്കുന്നു. അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ നമുക്ക് കാണാനാകാത്ത വിധം ഒരു പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെയാണ്. രഘുനാഥ് നാരായണൻ ഉണ്ട് അവിടെ നിന്ന്. രഘു, പറയൂ. പക്ഷേ മതപരമായ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. ആയുഷിന്റെ മുഖം മൂടി ഇനി ചിത ഒരുക്കുക എന്നുള്ളതാണ്. ഗ്യാസ് കൊണ്ടുള്ള ചിതയാണ്, അതുകൊണ്ട് തന്നെ വേഗത്തിൽ സംസ്കാരം നടക്കും. ദിവീഷും അക്ഷയുമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൂരെ നിൽക്കുന്നവരുടെ പോലും കരളഴിയിക്കുന്ന, കണ്ണ് നനയ്ക്കുന്ന അവരുടെ ഒരു വൈകാരികമായ വികാരമാണ് നമുക്ക് ഈ വീടിന്റെ അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. ബന്ധുക്കളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ അന്ത്യോപചാരം അവസാനമായി അർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഇനി ഇതിലേക്ക് തീ കൊളുത്തുക എന്നുള്ളതാണ്. ആയുഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ 9ാം ക്ലാസ് വരെ, ഹൈസ്കൂൾ വരെ ഇൻഡോറിൽ പഠിച്ചതാണ്. അപ്പോഴും നാടുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു പൊക്കിൾക്കൊടി ബന്ധം ആയുഷിന്റെ വീട്ടുകാരും സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മറ്റ് കോളേജുകളിൽ പ്രവേശനം ലഭിച്ചിട്ടും ആലപ്പുഴ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണവും തന്നെയാണ് നാടുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക, നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം പക്ഷേ അല്ലെങ്കിൽ ആ ആഗ്രഹം അതുകൊണ്ടുകൂടിയാകാം ആയുഷിനെ ഈ കുടുംബ വീട്ടിൽ അടക്കാൻ ആ വീട്ടുകാർ തീരുമാനിച്ചത്. ആയുഷിന്റെ അച്ഛനും അമ്മയും ഒക്കെ ദീർഘകാലമായി ഇൻഡോറിലാണ്, വീടും മറ്റും അവിടെയാണ്. ആയുഷ് പഠിക്കുന്ന സമയത്താണ് കോട്ടയത്തേക്ക് മറ്റൊരു വാടക വീട് എടുത്തു മാറി അവിടെ ഒരു ബന്ധുവിന്റെ ഒക്കെ വീടുകളിൽ നിന്നും മറ്റുമൊക്കെയാണ് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ പോയിരുന്നത്. പക്ഷേ ഈ നാടുമായി നിരന്തരം, ഇൻഡോറിലാണെങ്കിലും വെക്കേഷനൊക്കെ നിരന്തരം നാട്ടിലെത്തുകയും നാട്ടുകാരോടൊക്കെ വലിയ രീതിയിൽ ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്ന കുടുംബമാണ്. ആ കുട്ടിയുടെ മടക്കമാണ് ഇപ്പോൾ അവനെന്നും ഹൃദയത്തോട് ചേർത്തിരുന്ന അവന്റെ സ്വന്തം വീട്ടിനോട് ചേർന്ന് ഒരു 6 അടി മണ്ണിലേക്ക് എരിഞ്ഞ് അടങ്ങാൻ വേണ്ടി പോകുന്നത്. രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾ, കിഴി മെഡിക്കൽ കോളേജിലെ ആയുഷിന്റെ സുഹൃത്തുക്കളും നേരത്തെ പാലാ ബ്രില്യൻസിലൊക്കെ പഠിച്ച അയാളുടെ കൂടെ പഠിച്ച കൂട്ടുകാരുമൊക്കെ രാവിലെ മുതൽ തന്നെ, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം 2-3 മണിയോടുകൂടിയാണ് ഇവിടെ കാവാലം നാരായണപ്പണിക്കരുടെ നാടിന് തൊട്ടടുത്താണ് ആയുഷിന്റെ സ്ഥലം. ഒരു 2-3 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ്. ഇൻഡോറിൽ നിന്ന് അച്ഛനും അമ്മയും ഇളയ സഹോദരിയും ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന് അവിടെ നിന്ന് റോഡ് മാർഗം ഇവിടെ എത്തിയത്. ആ നിമിഷം മുതൽ അവർ കരയാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകില്ല. അത്രമേൽ അവർ അതിവൈകാരികമായി അവരുടെ ഒരു ഹൃദയം നുറുങ്ങുന്ന അവരുടെ വേദന കണ്ണീരായിട്ട് പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ അമ്മയും സഹോദരിയും ആ പെട്ടിയുടെ അടുത്ത് നിന്ന് ഒരു നിമിഷം പോലും മാറി നിന്നില്ല. ആ മൊബൈൽ മോർച്ചറിയുടെ കണ്ണാടിക്ക് മുകളിലേക്ക് കമന്ന് കിടന്നുകൊണ്ട് അവർ ഈ പുലർച്ചെ മുഴുവൻ കരയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെന്ന് തോന്നുന്നു എത്രമേൽ അവരുടെ ഒരു ദുഃഖം, സങ്കടം അവരുടെ കരച്ചിലായി, നിലവിളിയായി പുറത്തു വരുന്നത്. ഇപ്പോൾ കുട്ടനാട് MLA ആയുഷിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ, ആയുഷിനെ അറിയാത്ത ആളുകൾ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9ാം ക്ലാസ് വരെ പുറത്ത് പഠിച്ച കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ഈ 1-2 വർഷത്തിൽ 1-2 മാസം വന്ന് നിന്ന് പോകുന്ന ആളാണെങ്കിൽ പോലും ആളുകൾക്കൊക്കെ വലിയ കാര്യമായിരുന്നു. ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി ആയുഷിന് അന്ത്യോപചാരം അർപ്പിച്ചു. അല്പസമയത്തിനകം
ചിതയ്ക്ക് തീ കൊളുത്തു. രഘുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. നിറയെ സ്വപ്നങ്ങളുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയ ആയുഷ് എന്ന 19-കാരൻ്റെ ജീവിതം കഴിഞ്ഞൊരു ദിവസം രാത്രി ഉണ്ടായ വാഹനാപകടത്തിലാണ് ആയുഷിന് ജീവൻ നഷ്ടമാകുന്നത്. ആയുഷിൻ്റെ കാവാലത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ, സംസ്കാര ചടങ്ങാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള മക്കൾ ആയിരിക്കണം ഒരുപക്ഷെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ടുണ്ടാവുക. അതാണ് ഏറ്റവും ഇളയവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ സംസ്കാര ചടങ്ങ് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു അച്ഛനും അമ്മയെ സംബന്ധിച്ച് അതിൽ പരം ഒരു വേദന ഇനി ജീവിതത്തിലില്ല. ഈ വേദന അവർക്കൊരിക്കലും മാറാനും പോകുന്നില്ല. സാധാരണ കുട്ടികളെ പൂമ്പാറ്റകൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ പൂമ്പാറ്റ ശരിക്കും പറക്കുന്ന ഒരു പ്രായത്തിലേക്കാണ് ആയുഷും മറ്റു 5 പേരും ആ ഒരു പ്രായത്തിലുള്ള 18ഉം 19ഉം വയസ്സ് മാത്രമുള്ള കുട്ടികളാണ്. അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങൾ മറ്റൊന്നിനും കൊടുക്കാതെ പാഠപുസ്തകത്തിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് പഠിച്ച് പ്രവേശന പരീക്ഷയിലോടുകൂടി MBBS പ്രവേശനം സ്വന്തമാക്കിയിട്ടുള്ള കുട്ടികൾ 5 വർഷക്കാലത്തെ ബിരുദത്തിനായി എത്തിയിട്ടുള്ളവരാണ്. 55 ദിവസം പോലും അവർക്ക് ക്യാമ്പസിൽ തികയ്ക്കാനായില്ല. വിധിയെന്നോ ദൗർഭാഗ്യകരം എന്താണ് നമുക്കതിനെ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ആയുഷ് എന്നുള്ള പേരിനർത്ഥം തന്നെ ദീർഘായുസ് എന്നാണ്. പക്ഷേ ആയുസ് എത്താതെ അകാലത്തിൽ മടങ്ങേണ്ട വിധിയാണ് ആ കുഞ്ഞിന് വിധിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 പേരിൽ എനിക്ക് തോന്നുന്നു ആയുഷിൻ്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. നാട്ടിലേക്ക് വന്ന മടങ്ങി വന്ന എല്ലാവരും നാട് വിട്ടുപോകാൻ കൊതിക്കുന്ന ഈ കാലത്ത് സ്വന്തം നാട്ടിലേക്ക്, കാവാലം പോലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തറവാട്ടു വീട്ടിൽ അച്ഛൻ്റെ ബന്ധുക്കളെയും അമ്മയുടെ ബന്ധുക്കളെയും ഒക്കെ ഉറ്റവരെയും ഒക്കെ കണ്ടു പോകണം. ഒഴിവുണ്ടായാൽ അപ്പോൾ വരുമെന്നാണ് ഇന്നലെ ആയുഷിൻ്റെ അച്ഛൻ്റെ സഹോദരൻ പറഞ്ഞത്. പറയുന്നില്ല, വിളിക്കൊന്നുമില്ല, അവൻ നേരെ ഇങ്ങ് പോരും. സമയം കിട്ടിയാൽ അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് പോരും. അങ്ങനെ പഠിച്ചു കുട്ടിയാണ്. വീണ്ടും വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹങ്ങളിലേക്കൊക്കെ നമ്മുടെ അങ്ങനെ ഒരു മനസ്സ് മാറുന്ന കാലത്താണ്. കുട്ടികളെല്ലാം നമ്മുടെ നാടല്ല മെച്ചം, മറ്റു നാടുകളാണ് നല്ലത് എന്ന് കരുതി പലപ്പോഴും ആളുകൾ പോകാൻ കൊതിക്കുന്ന ഒരു കാലത്താണ്. നമ്മുടെ നാട് തന്നെയാണ് നല്ലത്, നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കണം എന്നാഗ്രഹിച്ച് മറ്റൊരു ദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന ഒരു 19-കാരനായിരുന്നു ആയുഷ്. വളരെ സ്നേഹപൂർവ്വം നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാകണം അപ്പാപ്പ എന്നാണ് അച്ഛൻ്റെ സഹോദരങ്ങളോടൊക്കെ ആയുഷ് പറഞ്ഞിരുന്നതെന്നാണ് പറഞ്ഞത്. വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് അച്ഛൻ്റെ സഹോദരൻ വരെ ഇന്നലെ ഡോക്ടർ ആവുക എന്നുള്ള ആദ്യ കടമ്പ എന്ന് പറയുന്ന പ്രവേശന പരീക്ഷ പാസ്സാവുക ഏറ്റവും വലിയ കടമ്പയും അതാണ്. അത് മിടുക്കോടുകൂടി അവൻ പാസ്സായി ആ പ്രവേശന പരീക്ഷയിലും പ്രവേശനം നേടി. ഇപ്പോഴിതാ ആ ചിതയായി അഗ്നിയായി എരിഞ്ഞു തീരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ, ദീർഘനാളായി ആ കുടുംബം കണ്ട സ്വപ്നങ്ങൾ, 19 വർഷമായി അച്ഛനും അമ്മയും കണ്ട സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അതൊക്കെയാണ് ഏറെയേറെ പ്രതീക്ഷകളെല്ലാം അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന അത്യന്തം വേദനിപ്പിക്കുന്ന അതിവൈകാരികമായിട്ടുള്ള കാഴ്ചയാണ് കാവാലത്തെ ആ വീട്ടുവളപ്പിൽ നിന്ന് നമ്മൾ കാണുന്നത്. കളർകോട്ടെ അപകടത്തിൽ ജീവൻ നഷ്ടമായ 5 പേരിൽ 4 പേരും മണ്ണായും അഗ്നിയായും ഒക്കെ ഈ പ്രകൃതിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ഇനി ദേവനന്ദിൻ്റെ സംസ്കാര ചടങ്ങ് കൂടിയാണ് നടക്കാനുള്ളത്. പാലായിലെ തറവാട്ട് വളപ്പിലാണ് ആ ചടങ്ങ് നടക്കാനിരിക്കുക. അപ്പൂപ്പനടക്കം കാത്തു നിൽക്കുകയാണ്. അവസാനമായി മകന്റെ ഈ ഒരു അവസാന യാത്രയ്ക്ക് വേണ്ടി നെഞ്ചുപൊട്ടുന്ന വേദനയിൽ അവിടെയും ഇതേ കാഴ്ചകൾ എല്ലാവരും ഉണ്ട്. അതാണ് നമ്മൾ 19 വയസ്സ് പ്രായം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഉള്ളൊരു സമയമാണ്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വേദനയാണ്. ഒരുപക്ഷെ അവർക്കിനി ഒന്ന് ചിരിക്കാൻ പോലും അവരുടെ പ്രകാരം ജീവിച്ചിരിക്കുമ്പോൾ അല്ലെ, അച്ഛനും അമ്മയും അച്ചാച്ചനും മുത്തച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കള് മരിക്കുക, അതിനപ്പുറത്തേക്ക് അവർക്കൊരു വേദനയും ഇല്ല. ഇന്നലെ സംസ്കാര ചടങ്ങ് പൂർത്തിയായ ശ്രീദീപ് ഏക മകനായിരുന്നു. അങ്ങനെ വല്ലാത്ത വേദന. ഇപ്പോൾ കണ്ണൂരത്തെ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ആണെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാളാണ്. പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് മാറി മാസങ്ങളെ ആയിട്ടുള്ളൂ. അവൻ അബ്ദുൽ ജബ്ബാറിന്റെ പ്രത്യേകത നീറ്റ് ജയിക്കുന്നത് മറ്റൊരു തരത്തിൽ, സാധാരണ ഇവരൊക്കെ പലരും റിപ്പീറ്റ് ചെയ്തവരൊക്കെയാണ്, പക്ഷെ ആദ്യ ശ്രമത്തിലാണ്. അത്രയും മിടുക്കന്മാരായിട്ടുള്ള നമ്മൾ മിടുക്കൻ എന്നൊക്കെയുള്ള പദം പോരാ അവരെ വിശേഷിപ്പിക്കാൻ. അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. എന്തോ ഒരു നിമിഷം ഒരു പക്ഷേ കാഴ്ച മറഞ്ഞുപോയി കാലാവസ്ഥയിൽ എന്നുള്ളതാണ്. ഡ്രൈവർക്ക് കാഴ്ച മറഞ്ഞു. ഇന്നലെ അവിടെ ദൃക്സാക്ഷിയായ യുവതിയുടെ പ്രതികരണം വന്നത് ഒരു മരച്ചില്ല വീണിരുന്നു, അപ്പോൾ വീണ്ടും മരച്ചില്ല വീണാലോ എന്നൊരു ആശങ്കയിൽ വാഹനം വെട്ടിച്ചതാകാം എന്നൊക്കെയാണ്. എന്തായാലും അപകടത്തിന്റെ കാരണങ്ങളുമൊക്കെ വിദഗ്ധ സംഘമൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണങ്ങളും സാങ്കേതിക വശങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ നൊമ്പരമാണ്, അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ദുരന്ത നിമിഷമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ നോവായി മാറുന്ന 5 മക്കൾ നാടിന്റെ നോവായി അവർ മാറുകയാണ്. നമ്മളെയൊക്കെ കണ്ണീരണിയിച്ചുകൊണ്ട് ഏറിനണിയിച്ചുകൊണ്ട് അവര് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങ് ആത്മശാന്തി നേരുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം.